നസീർ സാറിന് മുൻപേ മലയാള സിനിമയിലേക്ക് എത്തിയ കലാകാരൻ. ജഗതി കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഏറ്റവും അധികം സിനിമകളിൽ വേഷപ്പകർച്ച നടത്തിയ നടൻ. എങ്കിലും മലയാള സിനിമ അയാളെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചോ എന്നത് സംശയം. ആരോടും പരിഭവപ്പെടാതെ, ഒരിക്കലും അവസരങ്ങൾ ചോദിക്കാതെ അരപ്പതിറ്റാണ്ട് 4 തലമുറയ്ക്കൊപ്പം അയാൾ അഭിനയിച്ചു കൊണ്ടേയിരുന്നു. മലയാളികൾ നെഞ്ചിലേറ്റിയ പല കഥാപാത്രങ്ങളും അയാളുടേതായി സിനിമകളിലൂടെ പിറന്നു. ഇത്രയും കാലം ഇതിൽ നടന്നിട്ടും അങ്ങനെ ഒരു വരെ അവിടെ നിൽക്കണേ കണ്ടിട്ടില്ല. ഞാൻ തല്ലരുത്. അയ്യോ പറവൂർ ഭരതൻ നമുക്കെന്തുകൊണ്ടാണ് പ്രിയങ്കരനാവുന്നത് എന്ന് ചോദിച്ചാൽ, അയാൾ നൽകിയ കഥാപാത്രങ്ങളൊക്കെ നാടൻ ശൈലി കൊണ്ട് വേറിട്ട് നിന്നുകൊണ്ടാവാം, അല്ലെങ്കിൽ ആത്മാവിനെ തൊട്ടറിഞ്ഞ കഥാപാത്രങ്ങളെ അത്തരത്തിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചതുകൊണ്ടുമാവാം. മാമുക്കോയും ഇന്നസെൻറ്റുമൊക്കെ നാടൻ ഭാഷാശകലങ്ങൾ കൊണ്ട് മലയാളി പ്രേക്ഷകരെ കയ്യിലെടുത്തപ്പോൾ വേറിട്ട അഭിനയ ശൈലി കൊണ്ട് ക്രൂര കഥാപാത്രങ്ങളിൽ നിന്ന് ഹാസ്യ കഥാപാത്രങ്ങളിലേക്ക് ചുവടുമാറ്റം നടത്തി പ്രേക്ഷകരെ ഞെട്ടിച്ച കലാകാരനാണ് പറവൂർ ഭരതൻ. പലപ്പോഴും അയാൾ ചെയ്ത കഥാപാത്രങ്ങളൊന്നും സിനിമയിൽ അഭിവാജ്യ ഘടകങ്ങളായിരുന്നില്ല. പക്ഷേ അയാൾ അഭിനയിച്ചതിന് ശേഷം ആ കഥാപാത്രങ്ങളൊക്കെ ആ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. പലപ്പോഴും നായക നടന്മാർക്കൊപ്പം നിറഞ്ഞു നിന്ന പറവൂർ ഭരതൻ്റെ കഥാപാത്രങ്ങൾ അവർക്കൊപ്പം തന്നെ തിയേറ്ററിൽ കയ്യടി നേടി. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വേറിട്ട അഭിനയശൈലി. പക്ഷേ എന്തുകൊണ്ടോ മലയാള സിനിമയും സംവിധായകരുമൊന്നും ഇദ്ദേഹത്തെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല. അക്കാലത്ത് നായക നടന്മാർ സിനിമയുടെ ഭാഗമായി മാറുമ്പോൾ അവർക്കൊപ്പം തന്നെ ക്യാരക്ടർ വേഷങ്ങൾ ചെയ്തിരുന്നവരും ഹാസ്യം ചെയ്തിരുന്നവരുമൊക്കെ സിനിമയുടെ കഥയുടെ ഒരു പ്രധാന ഘടകമായി മാറിയിരുന്നു. അക്കാലത്ത് തിലകനും നെടുമുടി വേണുവും ജഗതിയും ഒടുവിലാനും തിക്കുറിശിയും ശങ്കരാടിയും ബഹദൂറും അടക്കം വലിയ താരനിര മലയാള സിനിമയുടെ നട്ടെല്ലായി നിലനിന്നിരുന്ന കാലഘട്ടം. എങ്കിൽ പറവൂർ ഭരതൻ ഇവരുടെ ഒന്നും കൂടെ പേരെഴുതി ചേർക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ പറവൂർ ഭരതന് വേണ്ടി അത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ ആരും രചിച്ചതുമില്ല. സിനിമയിൽ വന്നു പോകുന്ന, മുഖം കാണിച്ചു പോകുന്ന ചെറിയ ചില കഥാപാത്രങ്ങളായി അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ പലപ്പോഴും ഒതുങ്ങി. മലയാളത്തിൽ 1000-ലധികം ചിത്രങ്ങളിലാണ് ഇദ്ദേഹം ഏതാണ്ട് മരണം വരെ വേഷമിട്ടത്. പക്ഷേ ആ കഥാപാത്രങ്ങളൊക്കെ അഭിനയ ശൈലി കൊണ്ട്, വേറിട്ട അവതരണ ശൈലി കൊണ്ട് പ്രേക്ഷക മനസ്സിൽ പിടിച്ചു പറ്റിയിരുന്നു. കടുത്ത പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ നിറഞ്ഞ ഒരു ബാല്യമായിരുന്നു പറവൂർ ഭരതൻ്റെ. എറണാകുളം ജില്ലയിലെ പറവൂരിൽ ജനിച്ച ഇദ്ദേഹം തൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മിക്കുന്നത് പോലും ഇഷ്ടപ്പെടാത്ത പല അഭിമുഖങ്ങളുമുണ്ട്. അദ്ദേഹം തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, അക്കാലത്ത് പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ കൊണ്ടാണ് നാടകാഭിനയത്തിലേക്ക് താൻ തിരിയുന്നത്. 4 നേരം വയറ് നിറയ്ക്കാമല്ലോ എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ആദ്യമായി സിനിമയിൽ അഭിനയിക്കാനെത്തുന്നത്. എസ്.എൽ. ഭരതൻ നാടകമായിരുന്ന കാക്കപ്പുഞ്ഞ് സിനിമയാക്കുമ്പോൾ അതിലെ ഒരു പിയൂണിൻ്റെ വേഷത്തിലാണ് ആദ്യമായി ഭരതൻ വേഷമിടുന്നത്. അക്കാലത്ത് സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബാലികറാമലയാണ്. അവസരങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് പോലും ഒരു വലിയ ഭാഗ്യം. അങ്ങനെ ഒരു ഭാഗ്യം ഭരതനെ തേടിയെത്തിയിരുന്നു. ഏതാണ്ട് 50 രൂപയാണ് അദ്ദേഹത്തിന് ആദ്യമായി പ്രതിഫലമായി ലഭിക്കുന്നത്. പിന്നീട് സിനിമയിൽ സജീവമാകാം എന്ന് കരുതിയിരുന്ന ഭരതനെ തേടി നല്ല വേഷങ്ങളൊന്നും വന്നില്ല, അല്ലെങ്കിൽ സിനിമാക്കാർ ഭരതനെ അത്ര ഗവനിച്ചതുമില്ല. ചെറിയ വേഷങ്ങളിൽ തല കാണിച്ച് ഒതുങ്ങിപ്പോകുന്ന ഒരു താരമായി പറവൂർ ഭരതൻ മാറി. പിന്നീട് അദ്ദേഹം നാടകത്തിൽ തന്നെ സജീവമായി. അക്കാലത്ത് മാട്ടനാടകങ്ങളിലും ചെറിയ ക്ലബ്ബ് നാടകങ്ങളിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന പറവൂർ ഭരതനെ തേടി കെടാമംഗലം സഥാനം നിർത്തി. അദ്ദേഹമാണ് ഭരതൻ്റെ ജീവിതം തന്നെ മാറ്റിയെഴുതുന്നത്. അങ്ങനെ നാടകവേദികളിൽ സജീവമായി പറവൂർ ഭരതൻ മാറി. അക്കാലത്ത് വീണ്ടും നസീറിനൊപ്പം ഒരു ഗുണ്ടാവേഷത്തിൽ അഭിനയിച്ചുകൊണ്ട് സിനിമയിൽ സജീവമായി. പിന്നീട് അങ്ങോട്ട് ക്രൂരമുഖങ്ങളുടെ വില്ലൻ വേഷങ്ങൾ, ഗുണ്ടാവേഷങ്ങളൊക്കെ ഭരതൻ എന്ന നടനെ തേടിയെത്തി. അക്കാലത്തെ പ്രേക്ഷകർക്കൊക്കെ പേടിയായിരുന്നു ഭരതൻ എന്ന ആളെ. അദ്ദേഹം എവിടെയെങ്കിലും പൊതുവേദികളിലെത്തുമ്പോൾ അതാ ഗുണ്ട വരുന്നു എന്ന് പറഞ്ഞ് സ്ത്രീകൾ ഓടിമാറുമായിരുന്നു. എങ്കിലും അതിൽ സ്വതസിദ്ധമായ ഒരു ഹാസ്യ ശൈലി പലപ്പോഴും ഈ കഥാപാത്രങ്ങളിൽ ഭരതൻ എഴുതി ചേർത്തിരുന്നു. അതാണ് സംവിധായകർക്കും എഴുത്തുകാർക്കുമൊക്കെ ഏറെ ഇഷ്ടമായത്. പിന്നീട് സിനിമയിലെ തലമുറ മാറ്റങ്ങൾ, സിനിമയുടെ ശൈലി മാറ്റങ്ങൾ ഒക്കെ ഉണ്ടായി. അക്കൂടെ പറവൂർ ഭരതനെ തേടി മികച്ച കഥാപാത്രങ്ങളെത്തി. ഒരുത്തന്റെ കൈയും കാലും തല്ലി ഓടിക്കണം, അത്രേ ഉള്ളൂ. മൃഗയിലെ നായരും, മഴവിൽ കവടിയിലെ മീശവാസവും, വിദ്യാരംഭത്തിലെ അഞ്ചലോട്ടക്കാരനും, ഇൻഹരികർ നഗറിലെ മുത്തശ്ശനും,
മേലേപ്പറമ്പിൽ ആൺവീടിലെ കാര്യസ്ഥനും, ഗോഡ് ഫാദറിലെ ആനപ്പാറ പരശുരാമനും, ജൂനിയർ മാൻട്രേക്കിലെ പട്ടിമേനോനുമടക്കം നിരവധി നല്ല വേഷങ്ങൾ അക്കാലത്തൊക്കെ അദ്ദേഹത്തെ തേടിയെത്തി. അതൊക്കെ കണ്ട് പ്രേക്ഷകർ കൈയടിച്ചിരുന്നു. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് മഴവിൽ കബഡിയിലെ മീശവാസു. അങ്ങനെ നിരവധി പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ കഥാപാത്രങ്ങളൊക്കെ കിട്ടുമ്പോഴും പറവൂർ ഭരതൻ്റെ മുൻപിൽ പലപ്പോഴും പട്ടിണിയായിരുന്നു. അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്, തനിക്ക് ആദ്യമായി ഏറ്റവും കൂടുതൽ പ്രതിഫലം നൽകുന്ന സിനിമ ഇൻഹരികർണങ്ങളായിരുന്നു എന്ന്. അക്കാലത്ത് തന്നെ അദ്ദേഹം മറ്റൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട്. ആദ്യകാല സിനിമയുടെ പ്രവർത്തനങ്ങൾ കിടക്കാനൊരു പായും തലനയും കിട്ടും സെറ്റിലേക്ക് ചെല്ലുമ്പോൾ. ഭക്ഷണവും ശമ്പളവുമൊക്കെ താരങ്ങളുടെ വലിപ്പച്ചെറുപ്പം അനുസരിച്ചാണ്. താൻ പലപ്പോഴും അതിൽ ഏറ്റവും പുറകിലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പട്ടിണിയിലൊക്കെ വയറ് മുറുക്കെ ഉടുത്ത് അദ്ദേഹം കുടുംബത്തിന് വേണ്ടി പണം സ്വരുക്കൂട്ടി വെച്ചിരുന്നു. സഹപ്രവർത്തകരൊക്കെ ഓർമ്മയോടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം എപ്പോഴും വൃത്തിയെ ഒരുപാട് വാരിപ്പുണർന്നിരുന്ന ആളാണ്. അതിനുമപ്പുറത്തേക്ക് അദ്ദേഹത്തിന് രോഗങ്ങളെ ഭയമായിരുന്നു. കിട്ടുന്ന പണം കൊണ്ട് സ്വരുക്കൂട്ടി വെച്ച് ചെറിയ രീതിയിൽ ജീവിക്കാൻ അദ്ദേഹം പലപ്പോഴും ശീലിച്ചിരുന്നു. സിനിമാക്കാരുടെ ആർഭാടങ്ങളോ ആഡംബരങ്ങളോ ഒന്നും പറവൂർ ഭരതൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. കിട്ടിയതുകൊണ്ട് സുഖമായുള്ള ജീവിതം അത് അദ്ദേഹം വളരെ ഭംഗിയായി നടത്തിയിരുന്നു. 2015 പറവൂർ ഭരതൻ എന്ന വലിയ കലാകാരൻ ഈ ലോകത്തോടും മലയാള സിനിമയോടുമൊക്കെ വിട പറയുന്നത്. അക്കാലങ്ങളിലൊക്കെ അദ്ദേഹം അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്നത് വരെ തനിക്ക് സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കണം, അതാണ് തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന്. എന്നാൽ അത് അദ്ദേഹത്തിന് സാധിച്ചതുമില്ല. ഏതാണ്ട് 2003 സജീവമായ സിനിമാ മേഖലയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയിരുന്നു. പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തെ തേടി അവസരങ്ങൾ എത്തിയതുമില്ല. പുതിയ മലയാള സിനിമ പറവൂർ ഭരതനെ ഓർത്തതുമില്ല. ആരെങ്കിലും വിളിക്കുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം ആ വീട്ടിൽ ഏകാന്തനായി കാത്തിരുന്നിരുന്നു. പക്ഷേ വിളിക്കുന്നവരൊക്കെ ഒരു ദിവസത്തെ ഡേറ്റും അര ദിവസത്തെ ഡേറ്റുമൊക്കെ പറവൂർ ഭരതനോട് ചോദിച്ചു. മുഖം കാണിച്ചു പോകുന്ന കഥാപാത്രങ്ങൾ, അതായിരുന്നു പലരും ആവശ്യപ്പെട്ടത്. എന്നാൽ അതിന് പറവൂർ ഭരതൻ്റെ ഉള്ളിലെ നടൻ തയ്യാറായിരുന്നില്ല. അങ്ങനൊരവസരം എനിക്ക് വേണ്ടതാവുകയെന്ന് അദ്ദേഹം മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ട് 12 വർഷക്കാലം സിനിമയില്ലാതെ അദ്ദേഹം വീട്ടിലിരുന്നു. പിന്നീട് ഈ ലോകത്തോട് അദ്ദേഹം വിട പറയുമ്പോൾ അദ്ദേഹത്തോട് സിനിമാ ലോകവും നമ്മുടെ കലാകാരന്മാരും നമ്മുടെ ആസ്വാദകരുമൊക്കെ നീതി പുലർത്തിയോ എന്നത് സംശയമാണ്. ഏതാണ്ട് 65 വർഷക്കാലം മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ കലാകാരൻ 1000-ലധികം സിനിമകൾ, 1000-ലധികം കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിക്കുമ്പോഴും അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു അംഗീകാരം ആരും നൽകിയതുമില്ല. അദ്ദേഹത്തെ ഓർത്തവരോ അദ്ദേഹത്തെ വിളിച്ചവരോ ഒന്നും പറവൂർ ഭരതൻ എന്ന നടന് കിട്ടേണ്ട ഒന്നും നൽകിയതുമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് വേണ്ടി മികച്ച ഒരു കഥാപാത്രമോ മികച്ച ഒരു സൃഷ്ടിയോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയ വേഷങ്ങൾ അതിഗംഭീരമായി തനത് ശൈലിയിൽ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ കയ്യടി നേടി. ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ പുരസ്കാരവും അംഗീകാരവും ഒക്കെ പ്രേക്ഷകർ നൽകിയ ആ കയ്യടികളുമാണ്. പറവൂർ ഭരതൻ ലോകത്തോട് വിട പറഞ്ഞിട്ട് ഇത്രയും നാളുകളായെങ്കിലും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന് നമ്മെ നോക്കി ചിരിക്കുന്നുണ്ട്. ആന എവിടെ? കണ്ടില്ലല്ലോ. ആന പിന്നെ കുഞ്ഞപ്പൂ, ആന അതായത് മേയാൻ വിട്ടിരിക്കുക. മേയാനോ? അതെ, ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങ് വരും.